PSC വോയിസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യാവകാശം. മനുഷ്യാവകാശങ്ങൾ എന്ത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനുഷ്യാവകാശങ്ങൾ ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. 1215 മാഗ്ന കാർട്ട ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം 1948 ഡിസംബർ 10. അതുകൊണ്ട് തന്നെ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കാൻ തുടങ്ങിയത് 1950 ഡിസംബർ 10 മുതലാണ്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇത് ഏതിലെ വരികളാണെന്ന് ചോദിച്ചാൽ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മനുഷ്യാവകാശത്തിന്റെ മുൻഗാമി 1215 മാഗ്ന കാർട്ട. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നത്. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10. 1950 മുതൽ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ 10. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്തെല്ലാം? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിൽ അവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. ഒന്നും കൂടെ പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ: ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ 30 കേട്ടോ. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം 30. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബാബ ആംതെ. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബാബ ആംതെ 1988 കേട്ടോ. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയെയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ ഭാഗം 3. ഭാഗം 3-ൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദത്തിലാണ് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 3 അനുച്ഛേദം 12 മുതൽ 35 വരെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? എങ്കിൽ നമുക്കിനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് കടക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം വന്നത് 1993 സെപ്റ്റംബർ 28. നിയമം വന്നത് 1993 സെപ്റ്റംബർ 28. ഈ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ. ഇതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. മുൻ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം മാനവ അധികാർ ഭവനാണ്. അത് ന്യൂഡൽഹിയിലാണ്.
ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഭരണഘടനാ സ്ഥാപനമല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനാ സ്ഥാപനമായിരുന്നെങ്കിൽ നമ്മൾ അതിലൊരു ആർട്ടിക്കിൾ ഒക്കെ പഠിക്കണമായിരുന്നു അല്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ആർട്ടിക്കിൾ വല്ലതും പഠിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 ആണ്. മറന്നു പോകരുത്, ചെയർമാൻ ഉൾപ്പെടെ ടോട്ടൽ 6 ആണ്. ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ? അപ്പൊ 6 റൈറ്റ്സ് 6. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. ഇതിൽ ചെയർമാൻ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ചെയർമാന്റെ യോഗ്യത എന്താണ്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. ഈ 6 പേരിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഈ ഒരു അംഗത്തില് ഒരാൾ വനിതയുമായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. ചെയർമാന്റെ യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഒരു വനിതയെങ്കിലും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. മാറിപ്പോകരുത്, 3 വർഷം അഥവാ 70 വയസ്സാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ആവശ്യം വരുന്നുള്ളൂ. ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സ്വന്തമായി മുൻകൈയെടുത്തോ അന്വേഷണം നടത്തുക. അന്തേവാസികളുടെ സ്ഥിതി നേരിട്ട് അറിയുന്നതിന് ജയിലുകൾ സന്ദർശിക്കുക. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് ശുപാർശകൾ നൽകാനോ അല്ലെങ്കിൽ കോടതികളോട് നടപടികൾക്ക് ശുപാർശ നൽകാനോ മനുഷ്യാവകാശ കമ്മീഷന് കഴിയും. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ ഒന്നും കൂടെ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ആവശ്യം വരും. മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷന്മാർ. ഒന്നാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് രംഗനാഥ മിശ്ര. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. രംഗനാഥ മിശ്ര ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷന്റെ പേര് രംഗനാഥ മിശ്ര എന്നാണ്. രണ്ടാമത്തെ ആളാണ് എം.എൻ. വെങ്കിടചെല്ലയ്യ. മൂന്നാമത്തെ ആള് JS വർമ്മ. ഈ ആദ്യത്തെ 3 പേരുടെ പേരും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. രംഗനാഥ മിശ്ര, എം.എൻ. വെങ്കിടചെല്ലയ്യ, JS വർമ്മ. PYQ ആണ് കേട്ടോ. പിന്നെ 6ാമത്തെ ആളെ കണ്ടോ? KG ബാലകൃഷ്ണൻ. എന്താണ് KG ബാലകൃഷ്ണന്റെ പ്രത്യേകത? അദ്ദേഹം ഒരു മലയാളിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയും മലയാളിയായ KG ബാലകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനെ കുറിച്ച് എന്താ ഓർത്തിരിക്കണം? ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. രണ്ടാമത്തെ ചെയർമാൻ M.N. വെങ്കിടചെല്ലയ്യാണ്. മൂന്നാമത്തേത് JS വർമ്മയാണ്. 6ാമത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ മലയാളിയാണ്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയും KG ബാലകൃഷ്ണനാണ്. 7ാമത് വന്നത് HL ദത്തു ആണ്. 8ാമത് വന്നത് അരുൺകുമാർ മിശ്രയുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ മലയാളി ഓൾറെഡി നമ്മൾ പറഞ്ഞു, 6ാമത്തെ അധ്യക്ഷനായ KG ബാലകൃഷ്ണനാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ വിജയഭാരതി സയാനിയാണ്. ഇപ്പോൾ അരുൺകുമാർ മിശ്ര മാറി ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ളത് വിജയഭാരതി സയാനിയാണ്. എക്സാമിന് മുമ്പ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ഇപ്പോഴാരാണെന്ന് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു 6 അംഗങ്ങളുണ്ട് മുഴുവനായിട്ടും. അതിൽ 3 പേർക്ക് ഇതിനെപ്പറ്റി അറിവുള്ളവരായിരിക്കണം. ഒരു വനിത നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇതെല്ലാം പറഞ്ഞല്ലേ. ഇനി ഇവരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭയിൽ നിന്നും ലോകസഭാ സ്പീക്കറും ലോകസഭാ പ്രതിപക്ഷ നേതാവും. അപ്പൊ രാജ്യസഭയിലോ? രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും. ക്ലിയർ ആയോ? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, ലോകസഭാ സ്പീക്കറും ലോകസഭാ പ്രതിപക്ഷ നേതാവും, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇങ്ങനെ 6 അംഗങ്ങൾ ചേർന്നാണ്, 6 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് ഈ 6 അംഗങ്ങളെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 6 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 6 അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ 6 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് 6. അപ്പൊ 6 അംഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ അംഗങ്ങളെയും ചെയർമാന്റെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി. ഈ നിയമം ഒന്ന് ഭേദഗതി വരുത്തിയിരുന്നു, അമൻമെന്റ് നടന്നിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്.
ബില്ല് ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 19 തീയതിയാണ്. ബില്ല് രാജ്യസഭ പാസാക്കിയത് ജൂലൈ 12 തീയതിയും രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജൂലൈ 27 തീയതിയും നിയമം നിലവിൽ വന്നത് ഓഗസ്റ്റ് 2 തീയതിയുമാണ്. അപ്പോൾ ഓഗസ്റ്റ് 2 തീയതിയാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത്. 2019 ഓഗസ്റ്റ് 2019 എന്നുള്ളത് മറക്കരുത് കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അമിത്ഷായാണ് കേട്ടോ. 2019 ലോകസഭയിൽ അമിത്ഷായാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. ആദ്യം അവതരിപ്പിച്ചത് ലോകസഭയിലാണ്. ജൂലൈ 19 അത് പാസാക്കി. പിന്നീട് രാജ്യസഭയിൽ ജൂലൈ 22 ബില്ല് പാസാക്കി. രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജൂലൈ 27 തീയതി. നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2. ഈ ഭേദഗതി അനുസരിച്ച് വന്ന മാറ്റങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പറയാം കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജി എന്നാണല്ലേ ഇപ്പം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ജഡ്ജി പദവി വഹിച്ച വ്യക്തിക്കോ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാം. മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതെന്താക്കി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ജഡ്ജി പദവി വഹിച്ച വ്യക്തിക്കോ കമ്മീഷന്റെ ചെയർമാനാകാൻ പറ്റും. അതാണ് വന്ന ഒരു മാറ്റം. രണ്ടാമത് വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ യോഗ്യത നേരത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ എന്താക്കി കാണും, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജി പദവി വഹിച്ച വ്യക്തി എന്നാക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മുൻപ് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. ഇപ്പോഴത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായി. ഇപ്പോഴത്തെ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം എന്നാണല്ലോ ഇപ്പോൾ ഉള്ളത്. ആ മുൻപ് ഇത് 2 എന്നായിരുന്നു കേട്ടോ. 2 പേർക്ക് അറിവുണ്ടായിരിക്കണം എന്നായിരുന്നു. ഇപ്പോഴത് എന്താക്കി, 3 പേർക്ക് പ്രായോഗിക അറിവുള്ളവരായിരിക്കണം എന്നതാക്കി. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി വഴി എന്തൊക്കെയാക്കി, ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാക്കി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേർക്ക് മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഒരു പോയിന്റ് കൂടിയുണ്ട്, ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. പുനർനിയമനത്തിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എത്ര വർഷത്തേക്കാണ്, 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞാൽ അവരെ വീണ്ടും അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് ഇത് ബാധകമല്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഭേദഗതി നിയമം മനസ്സിലായല്ലോ. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെല്ലാം? ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR എന്ന് വെച്ചാൽ എന്താ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതിന്റെ ചെയർപേഴ്സൺ, പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആര്? SC/ST കമ്മീഷനിലെ ചെയർപേഴ്സൺ വേണം. പിന്നെ ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെ, മൈനോറിറ്റി കമ്മീഷനിലെ ചെയർപേഴ്സൺ വേണം. പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ അവരുടെ ചെയർപേഴ്സൺ വേണം. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ വേണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടന അല്ലേ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതിന്റെ ചെയർപേഴ്സൺ വേണം. ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. 7 അല്ലേ, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ക്ലിയർ ആയില്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12 തീയതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. എത്ര അംഗങ്ങളുണ്ട്? ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണല്ലേ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജി കൊടുക്കുന്നതും എല്ലാം രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഡൗട്ട് വേണ്ട. അവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അവർ രാജിക്കത്ത് കൊടുക്കുന്നതും എല്ലാം രാഷ്ട്രപതിക്കാണ്. 6 അംഗങ്ങളുള്ള കാര്യം മറക്കരുത്. ഈ 6 അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരാണ്? 6 പേരൊക്കെയാണ് അല്ലേ. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, അതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019 അതും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു.
അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 3 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? അത് ഗവർണർക്കായിരിക്കും കേട്ടോ. നിയമിക്കുന്നതും ഇനിയിപ്പോൾ രാജിക്കത്ത് കൊടുത്ത് സ്വന്തം താല്പര്യപ്രകാരം ഇറങ്ങി പോവാണെങ്കിൽ ഗവർണർക്ക് കൊടുത്താൽ മതി. പക്ഷെ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ആര് വരണം? രാഷ്ട്രപതി വേണം കേട്ടോ. അപ്പൊ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും അവർ രാജിക്കത്ത് കൊടുക്കുന്നതും ഗവർണർക്കാണ്. എന്നാൽ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ് ഉള്ളത്. ഇവരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ചെയർമാന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം ചെയർമാൻ ആകുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എം പരീത് പിള്ളയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ എം പരീത് പിള്ള. നിലവിലെ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. നിലവിലെ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഓർമ്മയുണ്ടോ? ആദ്യത്തെ ചെയർമാന്റെ പേര് രംഗനാഥ മിശ്ര എന്നാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ ആണുള്ളത്. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? വിജയഭാരതി സയാനി എന്നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുമ്പോൾ ആദ്യത്തെ ചെയർമാന്റെ പേര് എം പരീത് പിള്ള. നിലവിലെ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ഇതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ചെയർമാനെ അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ഇവിടെ 4 പേരേ ഉള്ളല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. ഇവിടെ 4 പേരേ ഉള്ളൂ. ബാക്കി 2 പേര് എവിടെ പോയി? നമുക്ക് സംസ്ഥാനം കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ദ്വിമണ്ഡല സഭ ഇല്ലല്ലേ? നമുക്കൊരു നിയമസഭ മാത്രമല്ലേ ഉള്ളൂ. ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ചെയർമാനും അവിടുത്തെ പ്രതിപക്ഷ നേതാവും കൂടെ വരുമ്പോൾ 6 ആവുമായിരുന്നു. പക്ഷെ കേരളത്തിൽ അതില്ലാത്തത് കൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ 4 അംഗങ്ങളേ ഉള്ളൂ. ആരൊക്കെയാണ്? മുഖ്യമന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കറുണ്ട്, സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുണ്ട്, സംസ്ഥാന പ്രതിപക്ഷ നേതാവും ഉണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭയിൽ നിന്നാണെങ്കിൽ അവിടുത്തെ സ്പീക്കറും സംസ്ഥാന പ്രതിപക്ഷ നേതാവും. ഈ 4 പേരടങ്ങുന്ന സമിതിയിലെ അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? മനുഷ്യാവകാശങ്ങൾ എന്താണെന്ന് പഠിച്ചു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. എൻ്റെ ക്ലാസ് കേട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്